Yes. I need all of you to answer this question. 25. ഞാൻ പറയുന്ന പോലെ ഒന്ന് ചിന്തിച്ചേ. യു ഹാവ് 2 types of account. ഏതൊക്കെയാ? കറണ്ട് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്. എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതെന്ന് അറിയാമോ? ക്യാപിറ്റൽ ആവുമ്പോൾ അസറ്റിലോ ലയബിലിറ്റിയിലോ എന്തെങ്കിലും ഒരു മൂവ്മെന്റ് ഉണ്ടാവും. ഓൾറൈറ്റ്. അപ്പോൾ കറണ്ട് ആകുമ്പോൾ അതില്ല. അപ്പോൾ നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെ 8 എണ്ണം വരുമ്പോൾ ആദ്യം മനസ്സിലാക്കുക ഒരിക്കലും 8 എണ്ണം കൂടെ ശരിയാവില്ല. ഇതിനകത്ത് ചിലത് എന്തായിരിക്കുമെന്ന് കരുതിക്കോണം. ക്യാപിറ്റൽ. അപ്പം നമ്മുടെ ശ്രദ്ധ കറണ്ട് അക്കൗണ്ട് ഏതാണെന്ന് കണ്ടെത്തുന്നതിലും നല്ലത് അതിലെ ക്യാപിറ്റൽ അക്കൗണ്ടിലുള്ള സാധനങ്ങൾ ഏതാണ് എന്ന് നോക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞ ഐഡിയ എന്താണ്? ക്യാപിറ്റൽ അക്കൗണ്ട് ക്രിയേറ്റ്സ് ലയബിലിറ്റീസ് ഓർ അസറ്റ്സ്. ഓൾറൈറ്റ്. എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ്, നോ ചേഞ്ച് ഇൻ അസറ്റ് ആൻഡ് ലയബിലിറ്റി ഓഫ് ദ നേഷൻ. അല്ലേ? എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ്, കുറച്ച് ഗുഡ്സ് വിൽക്കുന്നു, ക്യാഷ് കിട്ടുന്നു, അസറ്റോ ലയബിലിറ്റിയിലോ ഒന്നും മാറ്റില്ല. ബൈലാറ്ററൽ ലോൺസ് മീൻസ് യു ആർ creating a liability. It is capital. Okay. Means we have to pay it back. അതാണ്. We have to pay it back. ഗുഡ്സ് വിറ്റു, ക്യാഷ് കിട്ടി, തിരിച്ച ക്യാഷ് കൊടുക്കണം. ആ ഗുഡ്സ് തിരിച്ചു തരുമോ? ഇല്ല. സോ ദാറ്റ് ഈസ് ഇറ്റ് ഈസ് കറണ്ട് അക്കൗണ്ട്. ക്ലിയർ? ആൻഡ് സെക്കൻഡ് വൺ, ബൈലാറ്ററൽ ലോൺസ്. ഇഫ് ഐ ടേക്ക് എ ലോൺ ഫ്രം ദിസ് ഗേൾ, ഞാൻ എന്ത് ചെയ്യണം? ഹൗ ടു പേ ഹർ ബാക്ക്. അപ്പം ഞാൻ എന്ത് ചെയ്യണം? ഐ എം ക്രിയേറ്റിംഗ് എ ലയബിലിറ്റി. ക്ലിയർ ആയോ? സോ ദാറ്റ് ഈസ് വൈ ദാറ്റ് പാർട്ട് കംസ് അണ്ടർ current capital account. And third one, net income. Income അല്ലേ? Income കിട്ടി, do I need to return? Then external commercial borrowing, how to pay it back with interest. Clear ആയോ? Net investment income. Word is what? Income. അതെന്താ? Current. Gift remittance grant കൊടുക്കണോ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? റീപേ ചെയ്യണോ? ഗിഫ്റ്റ് റെമിറ്റൻസ് ഗ്രാൻഡ് കൊടുക്കണോ? വേണ്ട. Equity capital, yes, the word itself is saying capital. Offshore funds also, fund capital. So my question to you is, ഇതിനകത്ത് ഏതൊക്കെയാണ് കറണ്ട്? 1 വരും, 3 വരും, 5 വരും, 6 വരും. എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം. 4 only എന്ന് വെച്ചാൽ 4 only അല്ല. How many of the following are components എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് 4 സ്റ്റേറ്റ്മെന്റ്സ് എന്താണ്? All right. So your answer is A. നിങ്ങൾക്ക് 2 കാര്യങ്ങളെ പറ്റി ധാരണ ഉണ്ടാവണം. ഡിപ്രിസിയേഷനും അപ്രിസിയേഷനും ഉണ്ടാവുന്നത് മാർക്കറ്റിലേക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളുണ്ടാവും. ഓക്കെ. അവിടെ ഗവൺമെൻറ് ഡയറക്റ്റ്ലി എന്ത് ചെയ്യുന്നില്ല? ഇടപെടുന്നില്ല. ഡിവാലുവേഷനും റീവാലുവേഷനും എന്താണ്? ഗവൺമെൻറ് മനഃപൂർവ്വം മാർക്കറ്റിൽ അതിൻ്റെ എന്ത് ചെയ്യാം? ഇപ്പോൾ ഒരു രാജ്യത്തെ ഗവൺമെൻറ്റിന് വേണമെങ്കിൽ ഒരു ഫിക്സ് ചെയ്യാം. എന്ത് ചെയ്യാം? ഗവൺമെൻറ്റിന് വേണം എന്ത് ചെയ്യാം? ഫിക്സ് ചെയ്യാം. എന്ത് ഫിക്സ് ചെയ്യാം? ഓക്കെ, $1 എന്ന് പറയുന്നത് 50 രൂപ ഗവൺമെൻറ്റിന് ഫിക്സ് ചെയ്യാം. അത് കൂട്ടാം കുറയ്ക്കാം. കൂട്ടുമ്പോൾ അത് റീവാലുവേഷൻ, കുറയ്ക്കുമ്പോൾ അത് ഡിപ്രിസിയേഷൻ. ഐ മീൻ കൂട്ടുമ്പോൾ മീൻസ് ഇപ്പം കൂട്ടുമ്പോൾ 50 എന്നുള്ളത് ഗവൺമെൻറ് ഇപ്പോൾ ചൈന ചെയ്യാണ്, $1 50 എന്ന് പറയുകയാണ്. അപ്പോൾ അത് 60 ആക്കിയാൽ ദാറ്റ് ഈസ് കോൾഡ് ഡിവാലുവേഷൻ. 40 ആക്കിയാൽ റീവാലുവേഷൻ. ഓക്കെ. ഇത് മാർക്കറ്റിലെ പ്രശ്നങ്ങളാകുമ്പോൾ എന്താ സംഭവിക്കുക? ഡിപ്രിസിയേഷൻ, അപ്രിസിയേഷൻ. ഈ കോൺസെപ്റ്റ് പഠിക്കണം. അത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾ പഠിക്കണം. ഓക്കെ, ഐ എം നോട്ട് ഡിസ്കസിങ് ഇറ്റ് റൈറ്റ് നൗ. ഇത് ആൻസർ ഇത് 2 തിരിച്ചിട്ടേക്കാണ്. ഇനി നിങ്ങൾ ഒന്നും അറിയത്തില്ലെങ്കിൽ തിരിച്ചിട്ടെന്ന് വിചാരിച്ചോളൂ. എന്ത് ചെയ്യുക? ഡി. ഓക്കെ, അങ്ങനെ എടുത്തില്ലേ? ഒന്നും അറിയത്തില്ലെങ്കിൽ. ഓക്കെ. ലിക്വിഡിറ്റി ട്രാപ്പ് മീൻസ് വാട്ട്? ഗവൺമെൻറ് RBI മോണിറ്ററി പോളിസി എല്ലാം കൊണ്ടുവരികയാണ്. പക്ഷേ പീപ്പിൾ ആർ നോട്ട് റെസ്പോണ്ടിങ് ടു ദാറ്റ്. മണി ഈസ് ട്രാപ്ഡ് അറ്റ് സംവെയർ. ഓക്കെ, ദിസ് സിറ്റുവേഷൻ ഈസ് കോൾഡ് വാട്ട്? ലിക്വിഡിറ്റി ട്രാപ്പ്. തൽക്കാലം അത്രേ അറിയാം. സോ first 8 is correct, second is also correct, third is wrong. Why? ഞാൻ ഓൾറെഡി പറഞ്ഞു, മോണിറ്ററി പോളിസി is ineffective in a liquidity trap situation. So your answer is what? B, 1 and 2. Okay. അതേണ്ടേ. Again, primary fiscal deficit is the difference between governments. No, it is fiscal deficit. Primary fiscal deficit അല്ല. അതായത് ഈ തന്നിരിക്കുന്ന ഡെഫിനിഷൻ എന്തിൻ്റെയാ? ഇറ്റ് ഈസ് ദ എക്സാക്ട് ഫിസിക്കൽ ഡെഫിസിറ്റ്. എക്സാക്ട് നമ്മുടെ ഫിസിക്കൽ ഡെഫിസിറ്റിൽ നിന്ന് നമ്മൾ ഇൻട്രസ്റ്റ് കുറയ്ക്കുമ്പോഴാണ് പ്രൈമറി ഡെഫിസിറ്റ് കിട്ടുക. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് വാട്ട്? എന്താ? റോങ്. സെക്കൻഡ് ഈസ് കറക്റ്റ്. ഓക്കെ. ഇത് പഠിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്തൊന്നും എനിക്ക് അപ്രോച്ചസ് പറഞ്ഞു തരാനില്ല. പേഴ്സണൽ ഇൻകത്തിനകത്ത് ഇതിനകത്ത് എല്ലാം വരും. പക്ഷെ അതിനകത്ത് പേഴ്സണൽ ഇൻകത്തിനകത്ത് ഒന്നും വരില്ല. ഏതാ? വരില്ല. അതെന്താ സംഭവം? പേഴ്സണൽ ടാക്സ് പേയ്മെന്റ് വരുമ്പോൾ അതെന്താവും?
ഡിസ്പോസിബിൾ ഇൻകം ആണെന്ന് തോന്നുന്നു, ഒരു മിനിറ്റ്. പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം ആണ് പേഴ്സണൽ ടാക്സിന്റെ വരിക കേട്ടോ. പേഴ്സണൽ ഇൻകം കഴിഞ്ഞ് പിന്നെ ഒരു സാധനം കൂടി ഉണ്ട്, എന്താ? പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം. അപ്പോൾ അതിലാണ് പേഴ്സണൽ ടാക്സ് പേയ്മെന്റ്സ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇവിടുന്ന് തന്നെ ഇതിനകത്തുനിന്ന് തന്നെ അങ്ങ് പഠിച്ചു വെക്കുക, കൂടുതൽ നിങ്ങൾ പുറത്തങ്ങ് പോകേണ്ട കാര്യമൊന്നുമില്ല. ഓൾറൈറ്റ്, സോ യുവർ ആൻസർ ഇസ് ബി.